MTA മലയാളത്തിലെ ഏറ്റവും മുതിർന്ന സാഹിത്യ നിരൂപകൻ സാനു മാസ്റ്റർ അനുസ്മരിക്കും. ലേഖനത്തിന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് കൊട്ടാര ഷഡന്മാർ എന്നാണ്. അത് സർക്കാരിൻ്റെ അക്കാദമികളിൽ അംഗങ്ങളാകുന്നവർ, അതിൻ്റെ അവാർഡ് മോഹിച്ച് കിടക്കുന്നവർ, അവരെ കൊട്ടാര ഷഡന്മാർ എന്ന പേരാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം അടുത്ത പ്രാവശ്യം തന്നെ വീണ്ടും അതിൻ്റെ സെക്രട്ടറി ആയി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പിന്നീട് MLA ആയപ്പോൾ അക്കാദമി പ്രസിഡൻ്റ് ആകേണ്ടതായിട്ട് വന്നു. കൊട്ടാര ഷണ്ടന്മാരുടെ ഏറ്റവും വലിയ ഷണ്ടനാകേണ്ടത് ആവശ്യം വന്നപ്പോൾ അദ്ദേഹം അന്ന് എന്നെ ടെലിഫോണിലൂടെ ചോദിച്ചു, ഇപ്പോഴെന്തായി, നിങ്ങൾ കൊട്ടാര ഷണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷണ്ടന്മാരുടെ നേതാവായില്ലേ? അപ്പോൾ ശരി, നേതാവായി. ലേഖകനായിക്കട്ടെ പറയാമെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. ലേഖകന്മാർ വന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാനതിൽ ഇന്നും വിശ്വസിക്കുന്നു. കൊട്ടാര ഷണ്ടന്മാരുടെ പദവിയാണ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് എഴുത്തുകാർ പോകുന്നത്. കാരണം ഈ എഴുത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു അരാജക ഭാഷയിൽ ഉണ്ടാകുന്നതാണ്. എഴുത്തുകാരൻ്റെ പോലും നിശ്ചയമില്ല അവൻ എന്താ എഴുതുന്നത്. അവൻ വിചാരിക്കുന്ന രൂപത്തിലത് പോകണമെന്നില്ല. അപ്പം അങ്ങനെ എഴുതി വരുമ്പോൾ വന്ന കൃതികൾ ഗവൺമെൻറ് നിയന്ത്രിക്കണം, ആജ്ഞയാ കോല പൂഫസ്യ എന്ന് പറഞ്ഞതുപോലെയൊന്നും വരാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിനോട് അധികം പേര് ചോദിച്ചിട്ടുണ്ട്. വിജയനോട് ചോദിച്ചിരുന്നു. വിജയൻ ഏതായാലും NV കൃഷ്ണവാര്യർ അല്ലല്ല MT വാസുദേവൻ നായർ തൻ്റെ കലാശില്പം അവർ കമ്മിറ്റ്മെൻ്റ് എന്നൊരു വരോട് അദ്ദേഹത്തോട് കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചു. കമ്മിറ്റ്മെൻ്റ് ജീവിതത്തോടല്ല, കലയോടാണ്. അദ്ദേഹം ഓരോന്നിനും വളരെ സൂക്ഷിച്ചാണ് ഓരോ ശൈലിയും എഴുതിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം മഞ്ഞ എന്ന ചെറിയ കഥ കാത്തിരിപ്പിൻ്റെ കഥയാണ്. കാത്തിരിപ്പിൻ്റെ കഥ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. പല സ്ഥലങ്ങളിലും പലതരത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. രണ്ട് തണ്ടികൾ ഗോദോ എന്ന് പറയുന്ന ഒരു കാൽപ്പര്യ കഥാപാത്രത്തെ കാത്തിരിക്കുന്നതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ, സാമുവൽ ബക്കറ്റിൻ്റെ. അതിൽ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നതിൻ്റെ ദുസ്സഹമായ അവസ്ഥ അത് നമുക്ക് ഉളവാക്കുന്ന ശൂന്യതാബോധം ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതേ കാത്തിരിപ്പ് ഇതിനേക്കാൾ തീവ്രമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് MT വാസുദേവൻ നായരുടെ ഈ മഞ്ഞ. അതിൽ പോഷകമായിട്ട് രണ്ടെണ്ണം കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവിടെ വിമല കാത്തിരിക്കുന്നു കാമുകനെ. പിതാവ് ആരെന്നറിയാത്ത സായിപ്പാണ് പിതാവ്, അമ്മ നാട്ടുകാരിയാണ്. അവളുടെ പിതാവിൻ്റെ പടം മാത്രം അത് കഴുത്തിലിട്ടിട്ട് അവൻ കാത്തിരിക്കുന്നു. എനിക്കത് അവൻ്റെ അച്ഛനെ ഒരിക്കലും കണ്ടാൽ മതി, വർത്തമാനം പറയണ്ട, ഒന്ന് കാണണം എന്ന് മാത്രം. മറ്റൊരു കാത്തിരിപ്പുള്ളത് സർദാർ സാഹിബിൻ്റെതാണ്. അയാൾ മരണം കാത്തിരിക്കുന്നു. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ എല്ലാ ഭാഗങ്ങളും ചേർത്തുകൊണ്ട് ആ പ്രത്യേക ഭൂപശ്ചാത്തലത്തിൽ ഇത്രയും മനോഹരമായൊരു കഥ എഴുതി തീർക്കാൻ അധികം പേർക്ക് സാധിച്ചില്ല. മലയാളത്തിൽ അതുല്യമായ കഥ തന്നെയാണത്. അങ്ങനെ തൻ്റെ ഏകാന്ത വീഥിയിലൂടെ ആദ്യത്തെ കഥ സർക്കാർ സർക്കസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഉപജീവിച്ചുകൊണ്ടാണ്. അത് ആദ്യം ഇദ്ദേഹം തോറ്റുപോവുകയാണ് ചെയ്തത്. ഒന്നാമതായി ജയിച്ചത് KT മുഹമ്മദാണ്. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൊരു ലോകമത്സരം നടത്തി. ഒന്ന് KT മുഹമ്മദിനും, രണ്ട് MT വാസുദേവൻ പറഞ്ഞിട്ട്. പക്ഷേ KT മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന നാടകമാണ്, അങ്ങോട്ട് പോവുകയും MT തൻ്റെ മേഖലയായ കഥയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ എഴുതി വരുന്ന ഓരോ കഥയും അദ്ദേഹം നല്ലതുപോലെ മിനുസപ്പെടുത്തി ചിന്തയിലിട്ട് അത് പെർഫെക്റ്റ് ആക്കാതെ അദ്ദേഹം പുറത്തു വിടുകയില്ല എന്നുള്ളത്. അതിൽ തന്നെയും ഈ സാഹിത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മണിപുടകൻ്റെ സാഹിത്യം എന്നൊക്കെ പറയും. സാഹിത്യത്തിൽ ചിരന്തരമായ ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് മരണമാണ്. മരണം എല്ലാ കാലത്തും സാഹിത്യത്തിൽ നിലനിൽക്കുന്നൊരു വിഷയമാണ്. നമ്മളെല്ലാ കാലത്തും അലട്ടുന്നതും നമ്മളെല്ലാ കാലത്തും ചിന്തിപ്പിക്കുന്നതുമായ ഒരു വിഷയമാണ്, പിടികിട്ടാത്ത വിഷയമാണ്. അതുപോലെ തന്നെ ഒന്നാണ് സ്നേഹം. അലിഗറി ഓഫ് ലവ് എന്നൊരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. അത് ഈ സ്നേഹം ഏതേതെല്ലാം രീതിയിൽ വിശ്വസാഹിത്യത്തിൽ പ്രതിപാദിതമായിരിക്കുന്നു എന്ന പുസ്തകം. അങ്ങനെ ഇത്തരം ചിരന്തരമായ മൂല്യങ്ങൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എല്ലാ കഥകളും ആവിഷ്കരിച്ചു കൊണ്ട് പോകുന്നത്. അത് പുരാണമായാലും സമകാലിക ജീവിതമായാലും എല്ലാത്തിനും ചെയ്തു.
മരണം പ്രത്യേകിച്ചും അവർ പാപം അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? അത് വലിയ ചിന്താവിഷയമല്ല, കാരണം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതാണ്. യഹോവ കായനോട് ചോദിച്ചു, നീ നിന്റെ സഹോദരനെ വെട്ടിക്കൊന്നു, നിനക്ക് എന്താ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്? കായൻ പറഞ്ഞത് ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്ന്. മൈ ബ്രദേഴ്സ് കീപ്പർ. അവൻ ഇറ്റേണൽ ഫ്യൂജിറ്റീവ് ആൻഡ് വാഗബോണ്ടാണ് അർത്ഥതാണ്. അവൻ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ദുഷ്ടത മരിക്കുന്നില്ല, ദുഷ്ടത നിരന്തരമായി നിലനിന്ന് പോയിരുന്നു. നമ്മുടെ പുരാണത്തിൽ അശ്വത്ഥാമാവ് എന്താ ചെയ്യുന്നത്? കർമ്മയുദ്ധം. അവസാനം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉറങ്ങുന്ന ആ പാളയത്തിന് മുഴുവൻ തീയിട്ട് കരിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്ത് മരിക്കുക തീയിൽ. ആ ക്രൂരത കണ്ട് സന്തോഷിച്ച അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. അപ്പോൾ തിന്മ എന്ന് പറയുന്നത് ദുഷ്ടത, മനുഷ്യസ്വഭാവത്തിൻ്റെ കാതലായ ഭാഗം തന്നെ ഇരിക്കുകയും അതിനെതിരായി ദൈവികമായ ശക്തികൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മഹത്തായ ഒരു ധർമ്മയുദ്ധമാണ് വാസ്തവത്തിൽ ജീവിതം. അതിൻ്റെ ഒരു അംശം വളരെ ചുരുക്കം പേര് കാണും, ഒരാൾക്ക് അധികം പേര് കാണാറില്ല. അത് കണ്ട ഒരാളാണ് എം ടി വാസുദേവൻ. സി വി രാമൻപിള്ള അത് കണ്ടു. CPM സംസ്ഥാന സെക്രട്ടറി എം ടിക്ക് ആദരം അർപ്പിക്കാൻ നടക്കാവിലെത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. എം ടി വാസുദേവൻ നായരുടെ സിത്താര എന്ന നടക്കാവിലെ വീട്ടിൽ വലിയ ജനക്കൂട്ടമുണ്ട് ഇപ്പോൾ. പക്ഷേ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നവർ വീടിന് കുറച്ച് മുമ്പ് വാഹനം പാർക്ക് ചെയ്ത് നടന്നു വേണം വരാൻ എന്ന് നേരത്തെ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പ്രദായികമായ ഔപചാരികമായ ചടങ്ങുകളൊന്നുമില്ലാതെയായിരിക്കും എം ടിയുടെ സംസ്കാരം നടക്കുക എന്ന് നേരത്തെ തന്നെ എം ടിയുടെ ആഗ്രഹപ്രകാരം തന്നെ അങ്ങനെയായിരിക്കും നടക്കുക എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മാവൂർ റോഡ് ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ഔദ്യോഗിക ബഹുമതികളൊന്നും വേണ്ട എന്ന് നേരത്തെ തന്നെ എം ടി പറഞ്ഞിട്ടുള്ളതിനാൽ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം സിത്താരയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇന്ന് രാവിലെ പുലർച്ചെയാണ് നടൻ മോഹൻലാൽ എത്തിയത്. മമ്മൂട്ടി എപ്പോഴെത്തുമെന്ന് ഇപ്പോഴും നമുക്ക് നിശ്ചയമില്ല. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണെന്നാണ് അറിയുന്നത്.